നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള PSCയുടെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാഷണൽ സേവിങ്സിലേക്കുള്ള ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം നടത്തിയിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 100 ചോദ്യവും അതിന്റെ ഉത്തരങ്ങളും ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കാണുക, KPCCയുടെ 4ാമത്തെ പ്രവശ്യ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. ഇതിൽ ഒന്നാമത്തത് 1930 ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പ്രത്യേക കേരള പ്രവശ്യ രൂപീകരണവുമായി ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കി ശരിയാണ്. പയ്യന്നൂരിലാണ് നടന്നതെന്ന് പറയുന്നത് ശരിയാണ്. 1, 2, 4 ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും വയനാടിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും ജീവിതം പ്രമേയമാക്കിയ നോവലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉറൂബിന്റെ ഉമ്മാച്ചവും പെരി വത്സലയുടെ നെല്ലും അതുപോലെ തന്നെ KJ ബേബിയുടെ മാവേലി മൺട്രോക്ക് എന്താണ് നമ്മുടെ വയനാട്ടിലെ ജനങ്ങളെയും അവിടുത്തെ ജീവിതമൊക്കെ കണക്കാക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ് എന്ത് ഉമ്മാച്ചുവും നെല്ലും മാവേലി മൺട്രോക്ക്. ഓക്കെ, അപ്പോൾ അതിൽ ഉമ്മാച്ചു എഴുതിയത് ഉറൂബാണ്, പി വത്സലയുടേതാണ് നെല്ല്, KJ ബേബിയുടെയാണ് മാവേലി മൺട്രോക്ക്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക് മൂന്നാമത്തെ ചോദ്യം. സോഷ്യലിസമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ താക്കോലും എന്ന് പറഞ്ഞത് ആരാണ്? അപ്പോൾ ഇന്ത്യയുടെ പ്രശ്നങ്ങളുടെയും ലോകത്തിന്റെ പ്രശ്നത്തിന്റെയും താക്കോല് എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യലിസം ആണെന്ന് പറഞ്ഞത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കാബൂളിൽ സ്ഥാപിതമായിട്ടുള്ള ദ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങളെ കണ്ടെത്തുക എന്നാണ് 4ാമത്തെ ചോദ്യം. അപ്പോൾ ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് മഹേന്ദ്ര പ്രതാപും ചെമ്പകരാമൻ പിള്ളയുമാണ്. ബന്ധമില്ലാത്തത് ക്യാപ്റ്റൻ ലക്ഷ്മിയും സുഭാഷ് ചന്ദ്രബോസും 1, 4 ഓക്കെ, അപ്പോൾ ഇതിൽ D ആണ് ശരി ഉത്തരമായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. 5ാമത്തെ ചോദ്യം വായിക്കുക. 5ാമത്തെ ചോദ്യമാണ്, താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില ലോക സംഘടനകളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ട് പൊരുത്തപ്പെടുന്ന വിശദാംശങ്ങൾ കണ്ടെത്താനാണ്. ഇതിൽ 3 ശരി ഉത്തരം തന്നെയാണ്. ലീഗ് ഓഫ് നേഷൻസിൻ്റെയാണ് വുഡ്രോ വിൽസണും വെഴ്സേൽസ് ഉടമ്പടിയൊക്കെ. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടും അറ്റ്ലാന്റിക് ചാർട്ടറും. കോമൺവെൽത്ത് ഓഫ് നേഷൻസിനെയാണ് ആർതർ ജെയിംസും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ് മിനിസ്റ്ററും അല്ലേ. അപ്പോൾ ഇതിന് മുകളിൽ പറഞ്ഞവ എല്ലാം എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. അടുത്ത് ആസാദി കാ അമൃത് മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഹർഘർ തിരങ്ക ക്യാമ്പയിൻ സാധ്യമാക്കിയത് താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 മാത്രമാണ്. ആസാദി കാ അമൃത് മഹോത്സവ് ഹർഘർ തിരങ്ക ക്യാമ്പയിൻ റെഡിയായത് നമ്മുടെ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 അനുസരിച്ച് മാത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. ചേരുംപടി ചേർക്കാനാണ്, വളരെ സിമ്പിളാണ്. ചെനാബ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? നമുക്കറിയാം ബാരാലാച്ചിലെയാണ്. ചമ്പലാണെങ്കിലോ ചമ്പൽ അത് ബാഡ്ലാൻഡ് ഭൂപ്രകൃതിയാണ്. ബ്രഹ്മപുത്രയാണെങ്കിൽ നമുക്കറിയാം സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. നർമ്മദയാണെങ്കിൽ എന്താണ്? ധുവാൻധർ വെള്ളച്ചാട്ടമാണ് അല്ലേ. അടുത്ത 2 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗൾഫ് പ്രവാഹം ലാബ്രഡോർ വൈദ്യുതധാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ഇടതൂർന്ന മൂടൽമഞ്ഞുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ചൂട് പ്രവാഹങ്ങൾ തണുത്ത വൈദ്യുതധാരയുമായി ചേരുമ്പോൾ താപനിലയുടെ വിപരീതം സംഭവിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇതിൽ 2ഉം ശരി തന്നെയാണ്. എയും ശരിയാണ്, 6ഉം ശരിയാണ്. പക്ഷേ ഇതിൽ 6 എന്ന് പറയുന്നത് എയുടെ ശരിയായിട്ടുള്ള വിശദീകരണമാണ്. അപ്പോൾ 6 എന്ന് പറയുന്നത് എയുടെ ശരിയായിട്ടുള്ള വിശദീകരണമാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. 9ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ എയും ബിയും സിയും ശരിയാണ്, ഡി തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇടുങ്ങിയ മേഖലയായിട്ടുള്ള ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിനുള്ളിൽ ട്രേഡ് കാറ്റുകൾ ഒത്തുചേരുന്നു ശരിയാണ്. ഡോൾഡ്രം ശാന്തവും വേരിയബിളുമായ കാറ്റിന്റെ ബെൽറ്റ് ആണെന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ വെസ്റ്റേർലീസ് 60 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിൽ അക്ഷാംശങ്ങളിൽ വീശുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതേസമയം 25 ഡിഗ്രിക്കും 40 ഡിഗ്രിക്കും അക്ഷാംശത്തിനും ഇടയിലുള്ള ഉഷ്ണമേഖലയിലുള്ള ഉയർന്ന മർദ്ദം വലയം കുതിര അക്ഷാംശം എന്ന് അറിയപ്പെടുന്നു എന്ന് പറയുന്നത് ശരി ഉത്തരമാണ്. അപ്പോൾ ഇതിൽ എയും ബിയും സിയും ശരിയാണ്, ഡി തെറ്റാണ് അല്ലേ. അപ്പോൾ ഇതിൽ കുറച്ച് ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ ചെറിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവ എന്ത് ചെയ്യുക? ആരോഹണ ക്രമത്തിൽ സ്കെയിലിനെ അടിസ്ഥാനമാക്കി എഴുതാനാണ് പറയുന്നത്. മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്, അതുപോലെ തന്നെ ക്വാഡ്രൽ ഷീറ്റ്, അതുപോലെ 15 ഡിഗ്രി ഷീറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ കുറച്ച് മിനറൽസിന്റെ കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് നമുക്കറിയാം ചവറയാണെന്ന് നമുക്കറിയാം. ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് എവിടെയാണ്? ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് കോട്ടയത്താണ്. കേരള ക്ലേറ്റ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് എവിടെയാണ്? ക്ലേ ആൻഡ് സെറാമിക് പ്രോഡക്റ്റ് എവിടെയാണ്? 3ാമത്തത് ബി കണ്ണൂരാണ് അല്ലേ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേറ്റ് ലിമിറ്റഡ് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. ഓക്കെ അല്ലേ. അടുത്ത 12ാമത്തെ ചോദ്യം,
നമ്മുടെ ഭൗമദിനത്തിന്റെ തീം എന്താണ്? അത് നമ്മുടെ ഗ്രഹത്തെ നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ഓൺ അവർ എർത്ത്, അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നു. നോക്കാം. ഇൻവെസ്റ്റ് ഓൺ അവർ പ്ലാനറ്റ് ആണെന്നാണ്. ഇൻവെസ്റ്റ് ഓൺ അവർ പ്ലാനറ്റ് എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അതുപോലെ തന്നെ GST-യുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ഏതാണ്? ഇതിൽ ഇന്ത്യയിലെ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് GST, ശരിയാണ്. 2017 ജൂലൈ 1 മുതലാണ് GST നിലവിൽ വന്നത്, ശരിയാണ്. കേന്ദ്ര ധനമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ, ശരിയാണ്. CGST, SGST, IGST, UTGST, സെസ് എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള GST ആണെന്ന് പറയുന്നത് ശരി ഉത്തരം തന്നെയാണ്. ഇതിൽ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും തന്നെയാണ് ശരി ഉത്തരം ആണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തില് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദനമുള്ളത് ഒഡീഷയിലാണ്, നമുക്കറിയാം. അടുത്ത ചോദ്യമാണ്, ന്യൂ എക്കണോമിക് പോളിസി 1991 പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 2, 3, 4 ശരിയായിട്ടുള്ളത്. പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ പേയ്മെന്റിലെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ഉയർന്ന സാമ്പത്തിക വളർച്ച നിരക്കിലേക്ക് നീങ്ങാനും മതിയായിട്ടുള്ള നമ്മുടെ വിദേശ നാണയ ശേഖരം കെട്ടിപ്പടുക്കുക, അതുപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിന്റെ രംഗത്തേക്ക് വീഴ്ത്താനും വിപണി ദിശയിൽ നിന്ന് പുതിയ ഊന്നൽ നൽകുക എന്നൊക്കെ പറയുന്നതാണ് ഈ 3 നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി 1991 പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്ത് പങ്കാളിത്ത സാമ്പത്തിക വ്യവസ്ഥ. ഇനി അങ്ങോട്ടൊക്കെ കുറച്ച് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 17ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. പങ്കാളിത്ത സാമ്പത്തികത്തിലൂടെ ഇതരവും സുസ്ഥിരവുമായും അതുപോലെ തന്നെ തുല്യവുമായ കൃഷിയുടെയും ഗ്രാമീണ വികസനത്തിന്റെയും അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുള്ള സാമ്പത്തികവും സാമ്പത്തികേതരവുമായിട്ടുള്ള ഇടപെടലുകൾ, നവീകരണങ്ങൾ, നമ്മുടെ സാങ്കേതിക വിദ്യ സ്ഥാപന വികസനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഏത് ധനകാര്യ സ്ഥാപനത്തിന്റെ ധർമ്മമാണെന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. 2002 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡാണ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 14 വർഷത്തേക്കാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 പ്രകാരം ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയും താല്പര്യം അനുസരിച്ച് ഏതിന്റെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ ഏതിന്റെ അടിസ്ഥാനമാണ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയാണ് ആനന്ദത്തിന്റെ സിദ്ധാന്തത്തെ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ 310. GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ നമുക്കറിയാം, കേന്ദ്ര ധനമന്ത്രിയാണ് GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ. താഴെ പറയുന്ന കാരണങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്ന് പറയുന്നത് നമ്മുടെ യുദ്ധം അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം ഉണ്ടാകുമ്പോഴാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുക. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323A അനുസരിച്ചാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 വ്യവസ്ഥ ചെയ്യുന്നത് പട്ടികജാതിക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷനാണ്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ചാൽ 351. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമുക്കറിയാം ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. ജസ്റ്റിസ് രാജീന്ദർ സിംഗ് സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സക്കറിയ കമ്മീഷനിൽ അംഗങ്ങളാണ് നമ്മുടെ B. ശിവരാമനും ഡോക്ടർ SR സെന്നും. ഓക്കെ, അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യമാണ്. സന്തോഷവും വേദനയും അളക്കുന്നതിന് വേണ്ടി ജർമ്മി ബന്ധം കണ്ടെത്തിയ മാനദണ്ഡങ്ങൾ ഇതിനറിയപ്പെടുന്ന പേരാണ് ഫെലിസിഫിലിക്സ് കാൽക്കുലസ് എന്നാണ്, അല്ലേ? ഫെലിസിഫിലിക് കാൽക്കുലേഷൻ എന്നാണ്. സന്തോഷവും വേദനയും അളക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മി ബന്ധം കണ്ടെത്തിയ മാനദണ്ഡങ്ങൾ അറിയപ്പെടുന്നത് ഫെലിസിഫിലിക് കാൽക്കുലേറ്റർ എന്നാണ്. സെഫോളജി എന്ന് പറയുന്ന പദം കണ്ടുപിടിച്ചത് നമ്മുടെ RB മക്കല്ലമാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ 31ാമത്തെ ചോദ്യം 4P അതെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഇതിലെ ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികൾ, സ്ഥലം എന്നിവയാണ് നമ്മൾ 4P എന്നറിയപ്പെടുന്നത്. ഇത് വികസിപ്പിച്ചെടുത്ത ആരെന്ന് ചോദിച്ചാൽ ലൂതർ ഗുള്ളിക്കും അതുപോലെ തന്നെ ലിൻഡാൽ ഉർവിക്കും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത് 4P കണ്ടെത്തിയത്. നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ഐസൊലേഷന്റെ 4P കണ്ടെത്തിയത് ലൂതർ ഗുള്ളിക്കും അതുപോലെ തന്നെ ലിൻഡാൽ ഉർവിക്കും കൂടിയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ദ പ്രോബ്ലം ഓഫ് റുപ്പി എന്ന് പറയുന്ന പുസ്തകം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. BR അംബേദ്കറിന്റെ പുസ്തകമാണ് പ്രോബ്ലം ഓഫ് റുപ്പി. അതുപോലെ തന്നെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013 ജൂൺ 3 നിലവിൽ വന്നു. ഇപ്പോഴത്തെ ഇതിന്റെ ചെയർമാനാണ് KV മനോജ് കുമാർ. ബാലാവകാശ കമ്മീഷൻ 2013 ജൂൺ 3 ഇപ്പോഴത്തെ ഇതിന്റെ ചെയർമാനാണ് നമ്മുടെ KV മനോജ് കുമാർ. അതുപോലെ തന്നെ ജീവശാസ്ത്രപരമായിട്ടുള്ള തെളിവുകളും ക്രിമിനൽ അന്വേഷണങ്ങളുടെ പ്രതിയും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനാണ് ഫിംഗർ പ്രിന്റിംഗ്, DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരാളെ പിന്തുടരുകയാണെങ്കിൽ ആ പുള്ളിയുടെ പേശിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ക്ഷീണം അനുഭവപ്പെടുന്നു. ഈ രാസവസ്തുവാണ് ലാക്റ്റിക് ആസിഡ്. ഏത് രോഗപ്രതിരോധ കോശങ്ങളെയാണ് എയ്ഡ്സ് വൈറസ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ T ലിംഫോസൈറ്റുകളെയാണ് എയ്ഡ്സ് വൈറസ് ബാധിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിലോ മുൻകാല അണുബാധയിലോ വികസിപ്പിച്ച പ്രതിരോധശേഷിയിലൂടെയോ ഒരു ജനസംഖ്യയ്ക്ക് അല്ലെങ്കിൽ ഒരു ജനത്തിന് പ്രതിരോധശേഷി ലഭിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പകർച്ചവ്യാധിയിൽ നിന്നുള്ള പരോക്ഷമായിട്ടുള്ള സംരക്ഷണത്തിന് വിളിക്കുന്ന പേരാണ് ജനസംഖ്യയുടെ പ്രതിരോധശേഷി അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇമ്മ്യൂണിറ്റി, അതുമല്ലെങ്കിൽ ഹേർഡ് പ്രതിരോധശേഷി. ഇതിൽ 1ഉം 4ഉമാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്.
അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, ഉത്തരങ്ങൾ പറഞ്ഞു പോകാം. നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ 38ാമത്തെ ചോദ്യം, ഏത് രോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാണ് സർക്കാർ വൻതോതിലുള്ള ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ ഫൈലേറിയയാണ്. 39ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി. 40 ആണെങ്കിൽ ഓപ്ഷൻ ഡി. 41 ആണെങ്കിൽ ഓപ്ഷൻ എ ആണ്. 42 ഓപ്ഷൻ സി ആണ്. 43 സി ആണ്. 44 ഓപ്ഷൻ ബി ആണ്. 45 സി ആണ്. 46 എ ആണ്. 47 സി ആണ് ശരി ഉത്തരം. 48 ഓസ്ട്രേലിയൻ ഓപ്പൺ 2022 വനിതാ സിംഗിൾസിലെ ഫൈനൽ വിജയിയാണ് ആഷ്ലി ബാർട്ടി. കല്ലമ്പലം എന്നറിയപ്പെടുന്ന ജൈന ദേവാലയ വിഷ്ണുഗുഡി ബസതി വയനാടിലാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് മുരളി ചിറോത്ത്. അടുത്ത് മാത്സ് ആണ്. 51 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 52 ബി ആണ് ശരി ഉത്തരം. 53 ആണെങ്കിൽ ഡി ആണ്. 54 ബി ആണ്. 55 ഡി ആണ്. 56 എ. 57 സി. 58 ബി. 59 ബി. 60 സി. 61 പരിസ്ഥിതി സംരക്ഷണം. ഗ്രീൻ മാർക്കറ്റിംഗ് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി സംരക്ഷണം. 62 ബി ആണ്. 63 ബി ആണ്. 64 എ ആണ്. 65 സി. 66 ഡി. 67 എ. അടുത്ത 68 സി ആണ്. 69 സി ആണ്. 70 എ ആണ്. 71 എ. 72 എ. 73 സി. 74 സി ആണ് ശരി ഉത്തരം. 75 എ ആണ്. 76 ഡി ആണ്. 77 ബി ആണ്. 78 എ ആണ്. 79 സി ആണ്. 80ാമത്തെ ആണെങ്കിൽ ബി ആണ് ശരി ഉത്തരം. അടുത്ത ഇംഗ്ലീഷ് ആണ്. വാട്ട് ഈസ് ആന്റണിം ഓഫ് ദ വേർഡ് നഡൈർ? നഡൈർ എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ സെനൈത്ത് ആണ്. അതുപോലെ തന്നെ ജിം ടുഗദർ വിത്ത് ഹിസ് സൺ ഇൻട്രൊഡ്യൂസസ് ദ പ്രോജക്റ്റ് ആണ്. ലിയോണ റിഫൈൻ ടു പേ ദ ഫീസ്, അതിനെ കറക്റ്റ് സെന്റൻസിലോട്ട് മാറ്റുക എന്നാണ്. ലിയോണ റിഫൈൻഡ് ഫ്രം ഫീയിങ് ദ ഫീ എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നോബഡി കെയിം ഡിഡ് ദേ ആണ് വരേണ്ടത്. ഡാഷ് ഓൾറെഡി ലേറ്റ് ബിസൈഡ്സ് ഓൾറെഡി ലേറ്റ് ആണ്. കൺവേർട്ട് ദ സെന്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ ടീച്ചർ ആസ്ക്ഡ് ഹിം Are you ill? Teacher asked him if he was ill. അതുപോലെ തന്നെ the snack were dash when the mother came. Already എന്നാണ് വരേണ്ടത്. ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റാനാണ്. The car has been repaired. Someone has repaired the car. Sam dash for fancy number. Sam paid through the nose for the fancy number. Is anybody willing to dash the task? Take on the task എന്നാണ് വരേണ്ടത്. അടുത്ത മലയാളമാണ്. അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദം ഇതിലെ പരിഭവമാണ്. ബാക്കി ആക്ഷേപം, നിന്ദനം, പരിവാദം എന്ന് പറയുന്ന വാക്കൊക്കെ സെയിം മീനിങ് ആണ്. ദൃഢം എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതമാണ് ശിഥിലം. വിറ്റു എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുന്നത് വിൽ അധികം തൂ ആണ്. വെറുതെ പേടിക്കുക എന്നതിന് സമാന ശൈലിയാണ് ഉമ്മാക്കി കാട്ടുക, പേടിപ്പിക്കുക എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നപുംസക ലിംഗം അല്ലാത്തത് കാളയാണ്. കുടവും കവിളും കാടും ഒക്കെ എന്താണ്? നപുംസക ലിംഗമാണ്. ജാമാതാവ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമാണ് മകളുടെ ഭർത്താവ്. ശരിയായ പദം വിഡ്ഢിത്തം എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. കണ്ടല്ലോ വിഡ്, അത് കണ്ടല്ലോ ഈ രീതിയിലാണ് എഴുതേണ്ടത്. തെറ്റായ വാക്യം ഓരോ കടതോറും കയറി ഇറങ്ങി എന്നാണ്. അങ്ങനെയല്ല പറയേണ്ടത്. ഓരോ കടയിലും കയറി ഇറങ്ങി, കടതോറും കയറി ഇറങ്ങി, കടയിൽ കയറി ഇറങ്ങി എന്നൊക്കെയാണ് വരേണ്ടത്. ഓരോ എന്ന് പറയുന്ന സാധനം അതിനകത്ത് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, മറന്നുപോയി. ഇതിലെ പോയി എന്ന് പറയുന്നത് അനുപ്രയോഗമാണ്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വേണമെങ്കിൽ ചക്ക എവിടെയും കായ്ക്കും, വേരിലും കായ്ക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. പരീക്ഷ എഴുതിയവർ നിങ്ങളുടെ പരീക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായും ക്ലാസ്സുകൾ ഉണ്ടാവും. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് വൻ സീനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, 10th ലെവൽ മെയിൻസ്, സിവിൽ പോലീസ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. പുതിയ വീഡിയോസും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.